എന്നാലും ഇത് എങ്ങനെ കൊണ്ടുപോയി? ഒന്ന് കണ്ണടച്ചുറങ്ങും സമയം. പക്ഷേ ഞാൻ അറിഞ്ഞില്ല. അയ്യപ്പോ എന്തോ ഒരാലോചന. അല്ല മുരുക, ഹരിവരാസനം കെട്ടി ജസ്റ്റ് ഒന്ന് കണ്ണടച്ചു. കണ്ണു തുറന്ന് നോക്കുമ്പോൾ സാധനമില്ല. ആ പോട്ടെ, കാശുള്ളവൻ്റെ മുതലല്ലേ. കൊണ്ടുപോകുന്നവർ കൊണ്ടുപോട്ടെ, രക്ഷപ്പെടുന്നവർ രക്ഷപ്പെടട്ടെ. ഈ സാധനം വെച്ച് കെട്ടിയേക്കുന്നുണ്ട്, പെട്ടെന്ന് ചാടി ഇറങ്ങിച്ച് എല്ലാവരും പറ്റുന്നില്ല. അല്ല എടാ മയിലെന്തേ? എടാ പുലി എന്തേ? എൻ്റെ പുലി പറഞ്ഞ അവനെന്തേ? അവനെ അടിച്ചോണ്ട് പോയോ? കഴിഞ്ഞ കുടുംബയോഗത്തിനെ ഇയാടെ പുലി എൻ്റെ മയിലിനെ ഒരു നോട്ടം നോക്കി, അതുകൊണ്ട് പേടിച്ച് വന്നില്ലടാ. എന്നോട് പറയുക ഇയാൾ പോകുന്ന ഒറ്റയ്ക്ക് പോവാൻ. ഇവിടെ കാളയുണ്ട്, എലിയുണ്ട്, പുലിയുണ്ട്. പേടിച്ച് വന്നില്ല കേട്ടോ. ഞാൻ എന്ത് പാടുപെട്ടാ അറിയാം നടന്നു വന്നേ. ഓ ഇനി അടുത്ത കുടുംബയോഗം എങ്ങനെയും തമിഴ്നാട്ടിലാക്കണം. എനിക്ക് നടക്കാൻ വയ്യ. ഈ സ്വർണ്ണമാണെങ്കിലേ നീ പേടിക്കണ്ട, അതാ മരം കൊണ്ടുപോയിക്കോളൂ. അല്ല നമ്മുടെ ഗണു എന്തേ? വരുന്ന വഴിക്കുള്ള ആര്യഭവനം എല്ലാം കണ്ടു കാണും. അവിടെ കയറി ഞണ്ണുമായിരിക്കും ഇവിടെ. അത് കഴിയുമ്പോൾ അവനിഞ്ഞ് വരും. ആഹാ വേണ്ട വ്രതവാ. ജമ്പുണ്ടോ? വേണ്ട വേണ്ട, ഉറങ്ങിപ്പോവും. ഇപ്പോൾ സീസണാ, കണ്ണ് തുറന്നിരിക്കേണ്ട സമയം. 10 കാശുണ്ടാക്കി കൊടുക്കണം. പോ എടുത്തോളൂ. വേണ്ട, നന്നായി. ഞാൻ വെറുതെ ഫോർമാലിറ്റിക്ക് ചോദിച്ചാ. ഇത് എനിക്കൊരു തയ്യോന്ന് അറിയത്തില്ല. നിനക്ക് ഈ ലോകത്ത് എന്തോ തിന്നാലും മതിയാകത്തില്ല ഗണേശ. ഇതൊന്നും അല്ല, പണ്ട് മാമ്പഴം വെച്ചൊരു പണി എന്നായിരുന്നു. ഞാനന്ന് ഓടിയ ഓട്ടം ചെന്ന് നിന്നതേ പഴനിമലയുടെ വണ്ടയ്ക്ക. അത് വിട് ബ്രോ, എന്താ മുടിയൊക്കെ പോയല്ലേ? ഒന്നും പറയണ്ടടാ. രാവിലെ തമിഴന്മാരെ അഭിഷേകമാണെന്ന് പറഞ്ഞ് ഉപ്പുവെള്ളം വാരി തല ഒഴിക്കും. മുടിയെല്ലാം പോയി, ഗ്ലാമറും പോയി. പോകുന്ന വഴിക്ക് ചൈനയിലൊന്ന് കയറണം. എന്തൊക്കെ പറഞ്ഞാലും സ്നേഹമുള്ളവന്മാരാ കേട്ടോ. അല്ല നിന്റെ എലി എന്തേ? ഒന്നും പറയണ്ട. രാവിലെ ആയിട്ട് നോക്കിയപ്പോഴേ കൊട്ടാരക്കരൻ്റെ റൂമിനകത്ത് അടിച്ച് വിറ്റായിട്ട് കിടക്കുന്നു. ടച്ചിങ്സിനാണെങ്കിൽ ആരും അടിച്ച തേങ്ങ കടിച്ചോണ്ടിരിക്കുക. വൈകിട്ട് എന്തെങ്കിലും തിന്നാൻ കിട്ടിയാൽ മതിയായിരുന്നു. അല്ല മുരുക, നിന്റെ അമ്പലത്തിലെ സ്വർണ്ണമല്ല അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? തമിഴന്മാരൊന്നും അങ്ങനെ ചെയ്യത്തില്ല ആയിരിക്കും ഇല്ലേ? അല്ലേ? ഇതൊക്കെ നമ്മളത്ര കണ്ടതാ. എനക്ക് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും കാണത്തില്ലല്ലോ അല്ലേ? അമ്പലത്തിന്റെ പേരെന്താണെങ്കിലേ അവിടെ ഇരിക്കുന്ന അച്ഛനും അമ്മയോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പം വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയോണ്ടാണോ എന്നൊരു സംശയം. പഴയപോലെ ഉണ്ണിയപ്പം ഒന്നും അങ്ങോട്ട് കിട്ടുന്നില്ല. പിന്നെ ഞാൻ ഇതൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാ. അച്ഛനും അമ്മ എന്താടാ? അത് പറഞ്ഞപ്പോഴാ നമ്മുടെ ഇന്ദ്രസദസ്സിലെ രംഭ റിട്ടയർഡായി. ഇപ്പൊ പുതിയതായിട്ട് കേരളത്തിലെ സിനിമ നാടി വരുമെന്നാ പറഞ്ഞേ. അച്ഛൻ അതിനെ കാണാൻ പോയേക്ക. അച്ഛൻ പണ്ടൊരാളെ കാണാൻ പോയതിന്റെ കുരിപ്പാ ദേ ഇരിക്കുന്നു. അപ്പൊ അടുത്ത കുടുംബയോഗത്തിന് ഒരാളുടെ കാണുമായിരിക്കും ഇല്ലയോ?